കശുവണ്ടി കേസിലെ പ്രതികളായ കോർപ്പറേഷൻ പ്രസിഡന്റിനെയും അളിയനെയും കേസിൽ നിന്നും സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്നാരോപിച്ച് INTUC അഫിലിയേറ്റഡ് യൂണിയൻ കശുവണ്ടി വികസന കോർപ്പറേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. INTUC അഖിലേന്ത്യാ സെക്രട്ടറി KP ഹരിദാസ് സമരം ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി അഴിമതി കേസ് അന്വേഷിച്ച CBI കോടതിയിൽ കുറ്റപത്രം നൽകുവാനുള്ള അനുമതി നിഷേധിക്കുന്ന പിണറായി സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് KP ഹരിദാസ് പറഞ്ഞു. പൊതുരംഗത്ത് തെരുവിൽ നിന്നും തല്ലുകൊണ്ട് കൊടുത്തൊക്കെ പോന്നിട്ടുള്ള വ്യക്തിയാണ്. പോലീസിന്റെ അടി വാങ്ങിച്ചിട്ടുണ്ട്, ശത്രുക്കളുടെ അടിച്ചിട്ട് അങ്ങനെ പലതൊക്കെ മേടിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു അടി കൂടാനോ ബഹളം വെക്കാനോ അല്ല. ഈ സ്ഥാപനത്തിലെ അഴിമതി എന്നേക്കുമായി നൽകുവാൻ ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് കേരള സർക്കാർ തയ്യാറാവണം. ഇവിടെ സഹജം പറഞ്ഞു, കേരള സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അവർ നടപടി എടുക്കുന്നതിന് പകരം മറ്റുള്ളവരെ കൊണ്ട് മാത്രം ഇതിൽ ഇടപെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? തീർച്ചയായും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ പാവപ്പെട്ട, ഞാനൊക്കെ കേട്ടു വളർന്നതൊക്കെ പാവപ്പെട്ടവന്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പ്രസ്ഥാനത്തിൽ സാധാരണക്കാരന് അത്താണിയാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പണ്ട് മുറിവീടി വലിച്ചും കട്ടൻ കാപ്പി പിടിച്ചുമൊക്കെ വളർത്തിയെടുത്തൊരു പ്രസ്ഥാനത്തിൻ്റെ തണലിൽ നിന്ന് വന്ന പിണറായി വിജയനെ പോലെയുള്ള സഖാക്കന്മാർക്ക് ഈ പാവപ്പെട്ടവരുടെ പ്രശ്നത്തിൽ താല്പര്യമില്ല എന്ന് വരുന്നത് തീർച്ചയായും ഖേദകരമായ സംഗതിയാണ്. പാവപ്പെട്ടവന്റെ അത്താണി എന്നറിയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ തണലിൽ വളർന്നു വന്ന പിണറായി വിജയന് പാവപ്പെട്ടവന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്തത് ഖേദകരമാണെന്ന് ധർണാസമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KP ഹരിദാസ് പറഞ്ഞു. KRB സഹജൻ, DCC ജനറൽ സെക്രട്ടറി നെടുങ്ങോലം രഘു, KPCC അംഗം P സുധാകരൻ, കുരീപ്പുഴ വിജയൻ, കല്ലട കുഞ്ഞുമോൻ, കടകംപള്ളി മനോജ്, വിവേക് ഹരിദാസ്, കുന്നത്തൂർ പ്രസാദ്, ഉമേനല്ലൂർ തുളസീധരൻ, V മണികണ്ഠൻ, R സാജൻ, ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രശേഖരന്റെ INTUC ഓഫീസിന് മുന്നിൽ ആണ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ അഴിമതിയുടെ മുഴുവൻ ഉത്തരവാദിത്വം ചന്ദ്രശേഖരനിലൂടെ INTUCക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഏറ്റവും വലിയ പേരുദോഷത്തിൽ നിന്നും INTUCയെ മുക്തമാക്കാൻ വേണ്ടിയുള്ള ധർമ്മസമരത്തിന്റെ തുടക്കം കൂടിയാണ് ഈ സമരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.